കുട്ടിക്കുറുമ്പന്മാരെ, ഇന്ന് നമുക്ക് കുതിരയുടെയും കഴുതയുടെയും കഥ കേട്ടാലോ? കഥയുടെ പേരാണ് അഹങ്കാരം ആപത്ത്. പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ കുട്ടു എന്ന ഒരു അലക്കുകാരൻ താമസിച്ചിരുന്നു. കുട്ടുവിന് ഒരു കുതിരയും ഒരു കഴുതയും ഉണ്ടായിരുന്നു. കുതിര മഹാ അഹങ്കാരിയായിരുന്നു. എന്നാൽ കഴുതയോ പഞ്ചപാവവും. കുതിര കഴുതയെ ഒരിക്കലും തന്റെ ചങ്ങാതിയായി കണ്ടിരുന്നില്ല. ഭംഗിയില്ലാത്തവനെന്നും വൃത്തിയില്ലാത്തവനെന്നും വിളിച്ച് കഴുതയെ എന്നും കുതിര കളിയാക്കിയിരുന്നു. ആ ഗ്രാമത്തിലെ വസ്ത്രങ്ങളെല്ലാം അലക്കിയിരുന്നത് കുട്ടുവായിരുന്നു. അങ്ങ് ദൂരെയുള്ള നദിയിൽ പോയി വസ്ത്രങ്ങളെല്ലാം അലക്കി ഉണക്കി നാട്ടുകാർക്ക് കൊടുക്കും. കഴുതയെയും കുതിരയെയും കൂട്ടിയാണ് അലക്കാൻ പോകുന്നത്. വലിയ ഭാരമുള്ള വസ്ത്രക്കെട്ട് കഴുതയുടെ പുറത്ത് കെട്ടിവെച്ച് കുട്ടുവും കഴുതയും കുതിരയും മടങ്ങും. ദൂരയാത്രയ്ക്കു മാത്രം ഉപയോഗിച്ചിരുന്ന കുതിരയ്ക്ക് കാര്യമായ പണികളൊന്നും ആ വീട്ടിലില്ലായിരുന്നു. എങ്കിലും അവൻ ഭാരമെടുത്തു തളരുന്ന കഴുതയെ ഒരിക്കലും സഹായിച്ചിരുന്നില്ലെന്നു മാത്രമല്ല, തക്കം കിട്ടുമ്പോഴൊക്കെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം കുതിരയും കഴുതയും കുട്ടുവും കൂടി വസ്ത്രങ്ങൾ അലക്കിയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു. അന്ന് കുറേ അധികം വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഭാരം കൊണ്ട് കഴുത നന്നേ തളർന്നു. ക്ഷീണിച്ചവശനായ കഴുത കുതിരയോട് ചോദിച്ചു, ചങ്ങാതി, ഇന്നീ വസ്ത്രക്കെട്ടിന് നല്ല ഭാരം. ഞാൻ നന്നേ അവശനാണ്. കുറച്ചു നേരം ഇത് ചുമക്കുവാൻ എന്നെ സഹായിക്കാമോ? അത് കേട്ട് കുതിരയ്ക്ക് ദേഷ്യം വന്നു. ചങ്ങാതിയോ? ഞാൻ നിന്റെ ചങ്ങാതിയുമല്ല. വസ്ത്രങ്ങൾ ചുമക്കാൻ നിന്നെ സഹായിക്കുകയുമില്ല. ദൂരയാത്രയിൽ മുതലാളിക്ക് കൂട്ടുപോകലാണ് എന്റെ ജോലി, അല്ലാതെ മറ്റുള്ളവരുടെ വസ്ത്രക്കെട്ട് ചുമക്കലല്ല. അഹങ്കാരത്തോടെ കുതിര പറഞ്ഞു. നന്നേ ക്ഷീണിച്ച പാവം കഴുത കുറച്ചു ദൂരം കൂടി നടന്ന് വീണുപോയി. കഴുത വീണത് കുട്ടു കണ്ടു. അയ്യോ, എന്റെ കഴുത വീണുപോയല്ലോ. ഇന്ന് ഭാരം വളരെ കൂടുതലായിരുന്നു. ഇനി മഴ വരുന്നതിനു മുമ്പ് എങ്ങനെ ഈ വസ്ത്രങ്ങൾ വീട്ടിലെത്തിക്കും? കുട്ടു ചിന്തിച്ചു. എന്നിട്ട് അവൻ എന്തു ചെയ്തെന്നോ? വസ്ത്രക്കെട്ട് കുതിരയുടെ പുറത്ത് കെട്ടിവെച്ചു. നടക്കാൻ കഴിയാത്ത അവശനായ കഴുതയെയും കുതിരയുടെ പുറത്ത് കെട്ടിവെച്ചു. എന്നിട്ട് വീട്ടിലേക്ക് യാത്രയായി. അഹങ്കാരിയായ കുതിരയ്ക്ക് വസ്ത്രക്കെട്ടു മാത്രമല്ല, താൻ എന്നും കളിയാക്കുന്ന കഴുതയെയും ചുമക്കേണ്ടി വന്നു. കുട്ടികളെ, ഈ കഥയുടെ ഗുണപാഠം എന്താണ്? അഹങ്കാരം ആപത്ത്. Thank you for watching. Subscribe for more stories.